പക്ഷേ നമുക്കൊന്ന് ബഹ്റൈനിലെ സ്ഥിതിഗതികൾ നോക്കാം. ഈ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ അതിശക്തമായ ആക്രമണമാണ് ബഹ്റൈനിൽ നടന്നിട്ടുള്ളത്. വിവിധയിടങ്ങളിലായി സ്ഫോടന ശബ്ദങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഏറ്റവും ഒടുവിലായി അവിടെ നിന്ന് ഒരു മരണമുണ്ടായി എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ബഹ്റൈനിൽ നിന്ന് ഷഫീഷ് ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഇറാന്റെ ആക്രമണം മൂന്നാം ദിവസത്തിലേക്ക് വന്നെത്തുമ്പോൾ ബഹ്റൈനിൽ നിന്ന് ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ബഹ്റൈനിലെ ഹിദ്ദിൽ സൽമാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ വെച്ചാണ് ഈ മരണം ഉണ്ടാകുന്നത്. അവിടേക്ക് ഒരു മിസൈൽ വന്ന് പതിക്കുന്നതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനിടയിൽ ആ അവശിഷ്ടങ്ങൾ വന്ന് നിർത്തിയിട്ടിരുന്ന കപ്പലിൽ പതിക്കുകയായിരുന്നു. ആ കപ്പലിൽ തീ പിടിച്ചാണ് ഒരു പ്രവാസി തൊഴിലാളി മരിക്കുന്നത്. ആ കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്ക് കൂടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെ സംഭവ സ്ഥലത്ത് ആ കപ്പലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മരിച്ച പ്രവാസി തൊഴിലാളി ഏഷ്യക്കാരനാണ്. ഇന്ന് ബഹ്റൈൻ സമയം 3:30 കൂടിയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ഈ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനിടയിൽ അതിന്റെ അവശിഷ്ടങ്ങൾ ചെന്ന് നിർത്തിയിട്ടിരുന്ന സൽമാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ നിർത്തിയിട്ടിരുന്ന കപ്പലിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. ആ കപ്പലിൽ തീ പിടിച്ച് ആണ് ഈ മരണം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഇന്ന് ബഹ്റൈനെ സംബന്ധിച്ച് 3ാമത്തെ ദിവസമാണ്. ഈ 3ാമത്തെ ദിവസം ഇതിനു മുൻപ് ഈ ആളുകൾക്ക് 4 പേർക്ക് പരിക്കേറ്റതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ആകെ ഒരു കാഷ്വാലിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിലേക്ക് വരുമ്പോൾ ഇന്ന് ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇന്ന് 3:30 സംഭവിച്ച ഈ ആക്രമണത്തിലാണ് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വന്ന് കപ്പലിൽ പതിക്കുകയും ആ കപ്പലിന് തീ പിടിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു സങ്കടകരമായ വാർത്തയാണ് ഈ നിമിഷത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ഇതിന് അല്പസമയം മുൻപ് ഇന്നലെ ബഹ്റൈൻ സമയം അർദ്ധരാത്രിയോടുകൂടി മിന സൽമാൻ പോർട്ടിന് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ആ ഘട്ടത്തിൽ ആക്രമണത്തിൽ കാര്യമായി മിന സൽമാൻ പോർട്ടിന് കാര്യമായി തീപിടുത്തമുണ്ടാവുകയും ശ്രമകരമായ ദൗത്യത്തിലൂടെ സിവിൽ ഡിഫൻസ് അടക്കമുള്ള സംഘങ്ങൾ എത്തി അത് തീയണയ്ക്കുകയുമായിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും ആളുകൾക്ക് പരിക്കോ ഇതുപോലെ മരണമോ അത്തരം അത്യാഹിത സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ മണിക്കൂറിൽ നമുക്ക് ഒരു മരണം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഈ ഇറാന്റെ ആക്രമണത്തിൽ കുറവുണ്ടായെങ്കിൽ കൂടി 60ഓളം മിസൈലുകളും 30ലധികം ഡ്രോണുകളുമാണ് ബഹ്റൈൻ പ്രതിരോധ സേന തകർത്തത്. ഈ ഘട്ടത്തിൽ അതിന് തലേ ദിവസം, അതായത് ഈ യുദ്ധത്തിന്റെ ആദ്യ ദിവസം അതിന്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 40ലധികം മിസൈലുകളും 9 ഡ്രോണുകളുമാണ് ബഹ്റൈൻ പ്രതിരോധ സേന തകർത്തത്. അത് അടുത്ത ദിവസത്തിലേക്ക് വരുമ്പോൾ 60 മിസൈലുകളും 30ലധികം ഡ്രോണുകളും ബഹ്റൈൻ പ്രതിരോധ സേന തകർത്തിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ ബഹ്റൈൻ എയർപോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ബഹ്റൈനിലെ ആഡംബര ഹോട്ടലായ ക്രൗൺ പ്ലാസയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയൊരു ഇടവേളയുണ്ടായി. ഇടയ്ക്ക് വാർണിംഗ് സൈറനുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ഈ ആകാശത്ത് വെച്ച ഇറാന്റെ മിസൈലുകൾ ബഹ്റൈൻ പ്രതിരോധ സേന ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഘട്ടങ്ങളിലൊന്നും ഈ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ അപകടങ്ങൾ ഒഴിവായത്. എന്നാൽ അടുത്ത 3ാം ദിവസത്തെ ഇന്നത്തേക്ക് കടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടാകുന്നത്. ഒരു പ്രവാസി തൊഴിലാളി ബഹ്റൈനിലെ ഒരു വിദേശ കപ്പലിൽ ജോലി ചെയ്തിരുന്ന ഒരു പ്രവാസി തൊഴിലാളി ഈ ഒരു ആക്രമണത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ദിവ്യ. യെസ്, ഷഫീഷ് ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ബഹ്റൈനിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടെ സൽമാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ കപ്പലിന് തീപിടിക്കുന്നു. അത് മിസൈൽ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചുകൊണ്ടുള്ള ഒരു തീപിടുത്തമുണ്ടാകുന്നു. അതിലാണ് ഒരു മരണമുണ്ടാവുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്.